ഒരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പൗരുഷൻ്റെ പേരിൽ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം വായിക്കാൻ എളുപ്പമാണ്. ഇതിനെ ഒരു വാക്യ ബോർഡാക്കി മാറ്റാനും എളുപ്പമാണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 100 പ്രാവശ്യമെങ്കിലും ഈ വാക്യം വായിച്ചിട്ടില്ലേ? ഉണ്ടാവാം. ചിലർ അതിലൊക്കെ കൂടുതൽ വായിക്കും. പാസ്റ്റർ ബെനിഹിൻ ഒരു വർഷത്തിൽ 4 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർക്കും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 60 വർഷം കൊണ്ട് എത്ര പ്രാവശ്യം വായിച്ചു? അങ്ങനെ അനേക ദൈവദാസന്മാരുടെ ജീവചരിത്രത്തിൽ ഞാൻ കണ്ടു. ഒരു വർഷത്തിൽ 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യമൊക്കെ വായിക്കുന്നു. ഞാൻ ആ വിഷയത്തിൽ അത്രയൊന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. എന്നാലും ചില ഭാഗങ്ങൾ നമ്മൾ ഒത്തിരി വായിച്ചു. ഒത്തിരി. റോമാലേഖനമൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം വായിച്ചു. കൊലോസ് ലേഖനം ഒരു പരിധി വരെ കാണാപ്പാഠം പഠിച്ചു. എബ്രായ ലേഖനവും മിക്കവാറും ബൈഹാർട്ടാണ്. എന്നാൽ എല്ലാ ഭാഗവും അങ്ങനെയല്ല. 16-ാം സങ്കീർത്തനം 21-ാം സങ്കീർത്തനമൊക്കെ ഒത്തിരി പ്രാവശ്യം വായിച്ച് പരിചയമുള്ളതാണ്. അതിനകത്ത് ഈ വാക്യം എൻ്റെ ഫേവറേറ്റ് വാക്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ ഒരെണ്ണമാണ് കഴിഞ്ഞ 10-ലധികം എപ്പിസോഡുകളിലൂടെ നമ്മൾ പോയത്. ആ വാക്യം ഇതാണ്: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ശരിയാണോ? ഞാൻ എവിടെയോ ഒരിക്കൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പം ശരിയാണോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു അങ്ങനെ തന്നെയാണ്. വാക്യം അങ്ങനെയാണോ എന്നല്ല ചോദിച്ചത്. അത് നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം: ദാവീദ് യഹോവയെ എപ്പോഴും അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കും. നമ്മളങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞിട്ടെന്നാ കാര്യമുള്ള. മറ്റൊരു മീറ്റിങ്ങിൽ ഞാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശതയിലായി. ഞാൻ ചോദിച്ചു ശരിയാണോ? ശരിയാണല്ലോ, എല്ലാ ബൈബിളിലും അങ്ങനെയാണ്. അതല്ല ചോദിച്ചത്. നിങ്ങൾ ആത്മവിവശതയിലായിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെ വായിക്കണം: കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലായി. അതുപോലെ ഈ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ മനസ്സിൽ വെച്ചിരിക്കും. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. ഈ തിരുവെഴുത്തിന് 2 ഭാഗങ്ങളുണ്ട്. 1 മനുഷ്യൻ്റെ ഉത്തരവാദിത്വം, 2 ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഞാൻ വെച്ചിരിക്കും. അത് ഞാൻ ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെ അവൻ എൻ്റെ വലത്ത് ഭാഗത്ത്. ഞാൻ വെച്ചത് എവിടെയാണ്? മുമ്പിൽ. അവൻ എവിടെയാണ്? വലത്ത് ഭാഗത്ത്. എന്താ ഈ വലത്ത് ഭാഗം എന്ന് കാണിക്കുന്നത്? വലത്ത് ഭാഗമാണ് സുരക്ഷിതത്വത്തിൻ്റെ സ്ഥലം, സെക്യൂരിറ്റി. നീ കർത്താവിനെ വെക്കേണ്ടിടത്ത് വെച്ചാൽ കർത്താവ് നിൽക്കേണ്ടിടത്ത് നിൽക്കും. ആമേൻ. ലളിതമാക്കാൻ വേണ്ടി ഞാൻ പിന്നെയും ലളിതമാക്കുകയാണ്. കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം നീ കൊടുത്താൽ നിന്നെ സൂക്ഷിക്കേണ്ട സ്ഥാനത്ത് അവൻ കാണും. ഗാഡ് ബ്ലെസ് യു.
നന്ദി.